ചിലർ പറയുന്നുണ്ട് നീ ഇവിടുന്ന് കാറിനകത്ത് ഇരുന്നുകൊണ്ട് റിവ്യൂ ചെയ്താൽ മതി, അകത്ത് പോകുന്നതിനേക്കാൾ നല്ല കാർ ഇരുന്ന് റിവ്യൂ ചെയ്യുന്നതാണ്, നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സായി അവിടെ എന്തിനാ പോയത്? അവിടെ ഒരു വീൻ ബാഗ് ഉണ്ടായിരുന്നു. ആ വീൻ ബാഗിന്റെ മേളിൽ ഒരു മഞ്ഞ, അതിന്റെ മേളിൽ ഇങ്ങനെ കിടക്കുക. പിന്നെ അങ്ങോട്ട് പ്ലാനിങ്, സിജോടത്ത് പ്ലാനിങ്, നന്ദനയോട് പ്ലാനിങ്. എന്റെ പൊന്നെ, കമന്റ് ബോക്സ് തുറക്കാൻ പറ്റത്തില്ല. സായിയെ നമ്മൾ ഈ പറയത്തില്ലേ, അരച്ച് എണ്ണ തേച്ച് ഉടുക്കുവെന്ന് പറയത്തില്ല, അതുപോലെ ഉടുത്ത് വെച്ചിരിക്കുന്ന ഒരു കമന്റ് ബോക്സ്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും സായി കൃഷ്ണ 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പുറത്തു വന്നു. ഇന്നലെ എയർപോർട്ടിലൊക്കെ വന്ന് കുറെ ഇന്റർവ്യൂസ് എല്ലാം അവിടെ വന്ന ചാനലുകാർക്കെല്ലാം ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും സംശയം ഇതായിരുന്നു, പണപ്പെട്ടി എടുത്തത് നന്ദനയ്ക്ക് വേണ്ടിയാണോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. അവിടെ വന്ന ചാനലുകാർ കൂടുതലും ചോദിച്ചത്. അപ്പോൾ ഒരു മറുപടി പറഞ്ഞത്, പണപ്പെട്ടി എടുത്തത് മോദിക്കാണെന്ന് പറയാത്തത് ഭാഗ്യം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സായി എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ പണപ്പെട്ടി എടുക്കുന്നത് നന്ദനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അത് കൂടുതലും ചാനലുകളിൽ അവിടെ അവരുടെ ആ ബോണ്ട്, അവർ 3 പേര്, സായി കൃഷ്ണ, സിജോ, നന്ദന, ഇവരുടെ ആ കൂട്ടുകെട്ടിൽ വെളിയിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെളിയിലേക്ക് വന്ന ഒരു ടോക്കാണ്, എല്ലാവരും കൂടെ എടുത്തു വെച്ച ഒരു ടോക്കാണ്. ഇങ്ങനെ സായി കൃഷ്ണ പെട്ടി എടുക്കുന്നത് നന്ദനയ്ക്ക് വേണ്ടിയാണെന്നുള്ളത്. നന്ദനയ്ക്ക് വേണ്ടിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്നലെ അതിനുശേഷം സായി കൃഷ്ണയും വൈഫും നന്ദനയും ജിത്തുഭായും എല്ലാവരും കൂടി ചേർന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന ചാനലിൽ. സത്യം പറഞ്ഞാൽ ആ ചാനലിൽ ഇട്ടേക്കുന്ന ആ വീഡിയോ അല്ല ഞാൻ ശ്രദ്ധിച്ചത്. കൂടുതലും ഞാൻ ആ വീഡിയോ കണ്ടു, എങ്കിലും കൂടുതൽ കമന്റ് ബോക്സിലോട്ടാണ് പോയി നോക്കിയത്. എന്റെ പൊന്നെ, കമന്റ് ബോക്സ് തുറക്കാൻ പറ്റത്തില്ല. സായിയെ നമ്മൾ ഈ പറയത്തില്ലേ, അരച്ച് എണ്ണ തേച്ച് ഉടുക്കുവെന്ന് പറയത്തില്ല, അതുപോലെ ഉടുത്ത് വെച്ചിരിക്കുന്ന ഒരു കമന്റ് ബോക്സ്. ആ ചാനലിൽ അവർ വന്നിട്ടുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോ ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് സായി കൃഷ്ണ അത് പറഞ്ഞത്. അപ്പൊ തന്നെ സ്നേഹ പുറയിരുന്നുകൊണ്ട് നല്ലൊരു ട്രോൾ അടിക്കുന്നുണ്ട്. ഞങ്ങൾക്കും കുറച്ച് പറയാനുണ്ടെന്ന്. എന്ത് എക്സ്പീരിയൻസ് ആണ് ബിഗ് ബോസിന്റെ എന്ന് പറയാൻ പോകുന്നത്? ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ അകത്ത് പോയപ്പോൾ ഞാൻ സായിയായി, ഞാൻ സീക്രട്ട് ഏജന്റ് അല്ലായിരുന്നു, എനിക്ക് കുറച്ച് ജീവിതം കിട്ടി, അതിൽ നമ്മൾ കണ്ടതാണ്. കുറെ മാറ്റങ്ങളൊക്കെ സായിയിൽ നമ്മൾ കണ്ടതാണ്. സായിയിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായി, പക്ഷെ ഗെയിമിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സായിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഗെയിം കളിക്കാൻ പോയതാണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ശരിയാണ്. നമ്മുടെ ക്യാരക്ടറാണെങ്കിലും നമ്മുടെ സ്വഭാവം, നമ്മുടെ ഓരോ കാര്യങ്ങളിൽ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ഗെയിം കളിച്ചില്ലല്ലോ സായി നന്നായി. ഓക്കെ, സായിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം സോൾവ് ചെയ്തു. സായിയുടേതായ കാര്യങ്ങൾ, സായി സീക്രട്ട് ഏജന്റിൽ നിന്ന് മാറി സായി കൃഷ്ണയായി എന്നുള്ളതല്ലാതെ വേറെ പ്രേക്ഷകർക്ക് വേറെ പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല. സായിക്ക് സ്വന്തമായിട്ട് പ്രയോജനം ഉണ്ടായി, അത് സത്യമാണ്, അത് നല്ല കാര്യമാണ്. പിന്നെ പാട്ടാണ്, വെണ്ണില കൊമ്പിലെ രാപ്പാടി, പിന്നെ അനിയത്തിപ്രാവിന് പ്രിയരിവർ നൽകും. അതൊക്കെ എന്താന്ന് വെച്ചാൽ അവരെ ട്രോൾ ചെയ്ത്, ഈ പെങ്ങളുകുട്ടിയുടെ കോംബോയെ ട്രോൾ ചെയ്ത് ആ പാട്ടൊക്കെ വെച്ചായിരുന്നു. അതാണ് സായി കൃഷ്ണ അവിടെ എടുത്തിട്ട് പാടുന്നത്. വളരെ ബോറായിട്ട് തോന്നി. എന്താ വെച്ചാല് അവിടെ ആ ഗെയിം കളിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ്, ഇവരുടെ ആ പെങ്ങളുകുട്ടി കോംബോ വൻ പരാജയമായിരുന്നു. ഇവര് നല്ല പെങ്ങളുകുട്ടിയും ആങ്ങളമാരും ഒക്കെ ആയിരിക്കാം, പക്ഷെ ഈ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഇത് അങ്ങനെ തോന്നിയില്ല. ഇവരിൽ തന്നെ ഒതുങ്ങി. പിന്നെ ഇവർ തന്നെ പ്ലാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ഇവർ തന്നെ കുറെ പേരെ ടാർഗറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവരോട് അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു. എന്ത് അറ്റാക്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും വിജയിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നാട്ടുകാരൊരു ഗതികേടാ ഞാൻ ആലോചിച്ച് നോക്കുന്നേ. അനിയത്തിപ്രാവും ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കണ്ട് കൈയടിച്ച ആൾക്കാര് ഇവിടെ ഞാനും നന്ദനയും സിജോയും കൂടി ഉള്ള ഒരു കോംബോ കണ്ടപ്പോഴത്തേക്കും കാർക്കിച്ച് തുപ്പി. എന്തുകൊണ്ട് കാർക്കിച്ച് തുപ്പി എന്ന് ആ എപ്പിസോഡുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സായിക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. സായിക്ക് മനസ്സിലാവുകയും ചെയ്യും. വളരെ ബോറായിരുന്നു, ഭയങ്കര ബോറായിരുന്നു. നന്ദന എന്ന് പറഞ്ഞാൽ വെറുപ്പീരിന്റെ അങ്ങേ അറ്റമായിരുന്നു. സംസാരവും ഒരു ആരെയും വകവയ്ക്കാത്ത ഒരു സംസാരവും, ഒരു എന്തായിരുന്നു അവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളത് കണ്ടാലറിയാം. അതുപോലെ സായി അവിടെ എന്തിനാ പോയത്? അവിടെ ഒരു വീൻ ബാഗ് ഉണ്ടായിരുന്നു. ആ വീൻ ബാഗിന്റെ മേളിൽ ഒരു മഞ്ഞ, അതിന്റെ മേളിൽ ഇങ്ങനെ കിടക്കുക. പിന്നെ അങ്ങോട്ട് പ്ലാനിങ്, സിജോടത്ത് പ്ലാനിങ്, നന്ദനയോട് പ്ലാനിങ്, പിന്നെ കുറെ നേരം അപ്പുറത്ത് പോയിരുന്ന പ്ലാനിങ് മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ സായി അവിടെ ഗെയിം ചേഞ്ചർ ആയിട്ടോ ഒരു ഗെയിം കളിച്ചതായിട്ടോ ഒന്നും നമുക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് സായി ഈ പെങ്ങളുകുട്ടി കോംബോ ഹിറ്റ് ആകാതിരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗെയിം ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. പ്രത്യേകിച്ച് നന്ദനെ പെങ്ങളുകുട്ടി ആക്കിക്കൊണ്ടുള്ള
നിങ്ങളുടെ ആ കളി. അത് റിയൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പെങ്ങൾ കുട്ടിയ ബന്ധങ്ങളൊക്കെ വന്നിരിക്കുക. അതിനകത്ത് പോയതിനു ശേഷം നിങ്ങൾ പെങ്ങളാണ്, സിജോയുടെയും സായിയുടെയും പെങ്ങളാണെന്നാണ് നന്ദനെ കുട്ടി പറയുന്നത്. അതെല്ലാം നന്ദനെ പറയുന്നത് അതെല്ലാം സമ്മതിച്ചു. പക്ഷെ അത് ഗെയിമിലേക്ക് അത് കൊണ്ടുവന്നപ്പോഴേ നിങ്ങൾ അവിടെ വൻ പരാജയമായി പോയി. പിന്നെ എങ്ങനെ ബാംഗ്ലൂർ ഡേയ്സും ഈ ഇതൊക്കെ കണ്ടവര് പിന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? നിങ്ങളുടെ എന്തെങ്കിലും ഗെയിം കളിക്കണ്ടേ? അതുപോലെ നന്ദനയുടെ വെറുപ്പീര്, ആ വെറുപ്പീരിൽ തന്നെ നിങ്ങൾക്കും അതിന്റെ കൂട്ടത്തിൽ വെറുപ്പീരുണ്ടായി എന്നുള്ളതാണ് സത്യം. നന്ദനെ വെറുപ്പിച്ചു, അത് സായിയും കുറെ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെ. അപ്പം നന്ദനയുടെ വെറുപ്പീരും സായിയുടെ ഈ ഇങ്ങനെയുള്ള ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോമാളിത്തരങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. അപ്പം ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനിടയ്ക്ക് സിജോ കിട്ടുന്നത് വാങ്ങുന്നുണ്ട്. അത് ട്രോളിയതാണോ, അത് ട്രോളിയാണ്, തമാശക്ക് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ ട്രോൾ ആയിട്ട് എടുക്കാം. സിജോ കാട്ടുതീയാണ്, സിജോയെ കുറിച്ച് ഒരു വാക്ക് പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു തമാശക്ക് പറഞ്ഞതാണ്. അവിടെ കാട്ടുതീയായിട്ടാ പോയെ, ഇടയ്ക്കിടയ്ക്ക് കത്തുന്നു എന്നുള്ളതല്ലാതെ വലിയ കാട്ടുതീയൊന്നും ആയി ആരും കണ്ടില്ല. അയ്യോ നമ്മളെ പെട്ടി അല്ല അത് മെയിൻ സാധനം, ഒരു സാധനം ക്ലിയർ ആക്കണ്ട്. ഈ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നാണെങ്കിലും ഞാനത് ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ. ബട്ട് ഫൺ അപ്പാർട്ട് ഞാനൊരു കാര്യം പറയുന്നത്, മണി ബോക്സ് എടുത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് അതിന്റെയൊക്കെ ഡിസിഷൻ എന്റെ തലയിൽ പോയത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു നേരം കൊണ്ട് വന്ന സംഗതിയൊന്നുമല്ല. പലരും പറയുന്നത് നന്ദനയ്ക്കൊരു വീട് എന്ന് പറഞ്ഞ പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന അല്ല അത് ആര് പറഞ്ഞാലും, അത് നിങ്ങളെന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീടിന്റെ പദ്ധതിന്റെ ഒന്നും ആവശ്യമില്ല. 10-23 വയസ്സിൽ ഈ കുട്ടി സമ്പാദിച്ചതും ഈ പറയുന്ന നന്ദന എന്ന് പറഞ്ഞ അവിടെ പണപ്പെട്ടിയുടെ ചർച്ച ഇപ്പൊ ഞാൻ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ എടുത്തതല്ല ഈ പണപ്പെട്ടി എടുക്കണം എന്നുള്ളത്. അവിടെ ചർച്ച വന്നിരുന്നു. അവിടെ ചർച്ചകൾ ഒരാഴ്ചയായിട്ട് അവിടെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയിൽ നിന്ന് എനിക്കത് എടുക്കണം എന്ന് തോന്നി ഞാൻ എടുത്തു. സത്യമാണ്. സായി അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പണപ്പെട്ടിയുടെ കാര്യങ്ങളൊക്കെ. നന്ദനുള്ളപ്പോൾ നന്ദനോടും പറയുന്നുണ്ടായിരുന്നു, നിനക്ക് പണപ്പെട്ടി വേണമെങ്കിൽ നിനക്ക് എടുത്തുകൊണ്ട് പോകും, നിനക്ക് ഇനി പ്രശ്നങ്ങളുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം നന്ദന ഔട്ടായി. അതിനുശേഷവും അവിടെ ആരും ഈ പണപ്പെട്ടിയെ കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ അഭിഷേക് മാത്രം ഋഷിയോട് പോയിട്ട് പണപ്പെട്ടി എടുക്കണമെന്ന് പറയുന്നതല്ല, അത് വേറെ ആരും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി വരുവാണെങ്കിൽ എടുക്കാൻ ചാൻസ് ഞാൻ എടുക്കും എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സായി എടുത്തത്. അത് സായി പറഞ്ഞിട്ടുള്ള തീരുമാനമൊന്നുമല്ല. പിന്നെ രണ്ടാമത് സായി പറയുന്നത് ഞാൻ നന്ദനയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞത്. നന്ദനയ്ക്ക് ഇപ്പം അതിന്റെ ആവശ്യമില്ല. നന്ദന 23 വയസ്സായി. നന്ദന ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നത് 23ാമത്തെ വയസ്സിലും ഇങ്ങനെ ഒരു ഇത്രയും ഇതിൽ വന്ന് ഹൈപ്പിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ്. സത്യമാണ്. നന്ദനയ്ക്ക് 23ാമത്തെ വയസ്സിൽ ഇത്രയും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുകയും ഇങ്ങനെ എന്തായാലും ഒരു സെലിബ്രിറ്റി ആയി എന്ന് തന്നെ നമുക്ക് പറയാം. ബിഗ് ബോസിൽ ഹൗസിൽ വരുന്ന എല്ലാവരും സെലിബ്രിറ്റികളാണ്. നമ്മൾ അറിയാത്ത എത്രയോ പേര് നമ്മൾ അറിഞ്ഞ ഷോയാണ് ബിഗ് ബോസ്. അപ്പം ഒരു ഇത്രയും വയസ്സിനുള്ളിൽ ഇത്ര ആയെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പൊ ഇനിയും അത് മുന്നോട്ട് ഇനിയും നന്ദനയ്ക്ക് പറ്റും, നന്ദന ഇനി നല്ലൊരു ലെവലിൽ എത്തും എന്നൊക്കെ സായി പറയുന്നുണ്ട്. അത് കറക്റ്റാ, അതും ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ നന്ദനയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സഹായമായി ചെയ്യാൻ കഴിയുമോ എന്നെ കൊണ്ട് എന്നാ പറയുന്നത്. സായി പറഞ്ഞത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യാം, അതൊന്നും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് അതും നല്ലൊരു പോയിന്റാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം, എനിക്ക് അത് തോന്നുന്നത്, അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും സായി ഇപ്പൊ വീടിന്റെ കാര്യമായിരിക്കാം, ഏതിന്റെ കാര്യം ആയിക്കോട്ടെ, സായിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സായി ചെയ്യും. അത് സായിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ സായിയെ കൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് നന്ദനയ്ക്ക് ചെയ്തു കൊടുക്കുന്നു പറയുന്നു. അത് നല്ലൊരു കാര്യമാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ മനസ്സിലായത് ഈ 5 ലക്ഷം രൂപ എടുത്തത് തീർച്ചയായിട്ടും സായിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. സായി ഒരിക്കലും നന്ദനയ്ക്കാന്ന് വേണ്ടി പറഞ്ഞിട്ടുമില്ല. അപ്പൊ സായി ആ പേരിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നലെ സായി ഇട്ട ആ വീഡിയോ, സായിയും സ്നേഹവും എല്ലാം കൂടി ഇട്ടുന്ന നന്ദനയൊക്കെ ഉണ്ട് അതിനകത്ത്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാല് സായി കുറെ കാര്യങ്ങൾ സായിയുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. നിങ്ങളത് കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ കളിച്ച ഗെയിമുകൾ, അത് സായി പറയുന്ന സായിയുടെ ഗെയിം അങ്ങനെയാണ്, സായിക്ക് അത്രേ പറ്റൂ. പക്ഷെ സായി അവിടെ വലിയ ഗെയിമൊന്നും കളിച്ചതായിട്ട് ഒരാൾക്കും ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സായിയുടെ കമന്റ് ബോക്സ്, എന്റെ പൊന്ന ആ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആ കമന്റ് ബോക്സ് ആണ് നോക്കിയത്. പക്ഷെ ആ കമന്റ് ബോക്സിലൊക്കെ വന്ന് വൃത്തികേടായിട്ടുള്ള കമന്റുകൾ ഇടുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഒരാളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് പ്രതികരിക്കാം. ഇപ്പൊ നിങ്ങൾ ഗെയിം കളിച്ചില്ല, നിങ്ങൾ കളിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശരിയായില്ല അവിടെ ഗെയിം കളിച്ചതെന്നൊക്കെ ഇടുന്ന പോലെ അല്ല. വേറെ വൾഗറായിട്ടൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവരുണ്ട്. അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരാളുടെയും കമന്റ് ബോക്സിൽ അങ്ങനെ കമന്റ് ചെയ്യാൻ പാടില്ല. അത് എന്ത് വിരോധം ആയിക്കോട്ടെ, ഏതിന്റെ രീതിയിലും ആയിക്കോട്ടെ, എല്ലാവരും അധ്വാനിച്ച് അവരവരുടെ രീതിയിലാണ് ഓരോ പ്രശസ്തിയിലും കാര്യങ്ങളിലും എത്തിക്കുന്നത്. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി തന്നെ പല യൂട്യൂബിൽ വന്നു, യൂട്യൂബിൽ നല്ല പല വീഡിയോകൾ ഇട്ടു, വിമർശനങ്ങൾ കേട്ടു.
അങ്ങനെ തന്നെ പ്രതികരിക്കാൻ തുടങ്ങി, ഓരോന്നിനും പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഫേമസ് ആയ ആളാണ്. അല്ലാതെ ഒരു ദിവസം നമ്മൾ ആരും കൊണ്ടുപോയിട്ട് അവിടെ ഫേമസ് ആക്കുന്ന ആളൊന്നുമല്ല, ഒരു ദിവസം കൊണ്ട് ഫേമസ് ആയ ആളുമല്ല. അപ്പൊ അതിൻ്റെതായ കഷ്ടപ്പാടിലൂടെ വന്ന ആളാണ്. പിന്നെ എല്ലാവർക്കും അതിൻ്റെതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലർ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് കാറിനകത്തിരുന്നുകൊണ്ട് റിവ്യൂ ചെയ്താൽ മതി, അകത്ത് പോകുന്നതിനേക്കാൾ നല്ല കാറിൽ ഇരുന്ന് റിവ്യൂ ചെയ്യുന്നതാണ്, നിന്നെ കൊണ്ട് അത് പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഷോയിലേക്ക് എത്തിപ്പെടാൻ എത്രയോ ആൾക്കാർ കൊതിക്കുന്ന സ്ഥലമാണ് ബിഗ് ബോസ് എന്ന ഷോ. അവിടെ എത്തിപ്പെട്ടില്ലേ സായി? അത് ഗെയിം കളിച്ചില്ലോ എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു ഫെയിം വന്നത് കൊണ്ടാണ് സായി അവിടെ എത്തിപ്പെട്ടത്. ഇങ്ങനെ ഒരു ചാനലിൽ വന്ന് ഇങ്ങനെ ഫെയിം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സായി ആരെങ്കിലും ചുമ്മാ വിളിച്ചുകൊണ്ട് പോയിട്ട് ബിഗ് ബോസിനകത്തോട്ട് കയറ്റു? അതൊന്നുമില്ല. അത് ആ പുള്ളിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അവിടെ പോയി ഗെയിം കളിക്കുന്ന, അപ്പൊ നമ്മൾ പറഞ്ഞ ഇതിലും കൂടുതൽ വലിയ വലിയ ആൾക്കാരൊക്കെ പോയി ഗെയിം കളിച്ച് അവിടെ ഒന്നും ഇല്ലാതെ ഇപ്പോഴും നിപ്പുണ്ട്. വലിയ ഗെയിമറാണെന്ന് വിചാരിച്ചവരല്ല. അപ്പൊ ആ ഒരു ഹൗസിൽ കയറുമ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ നമ്മൾ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഘോരൊക്കെ പ്രസംഗിക്കും, അകത്ത് പോകുമ്പം ചിലപ്പോൾ നമ്മളുടെയും സിറ്റുവേഷൻ വേറെ ആയിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ ഹൗസിന്റെ അവിടെ പോയവർ കൂടുതൽ പേര് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. അവിടെ ഇത്ര പേരേ ഉള്ളൂ. അപ്പം നമ്മൾ കൂടുതലും അറ്റാച്ച്ഡ് ആയി പോകും. ചിലപ്പോൾ വലിയ വലിയ ഗെയിം കളിക്കാൻ പോകുന്നവരൊക്കെ ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആ ഹൗസിന്റെ ഒരു പ്രത്യേകതയാണ്. അവർ വേറെ ആരെയും കാണുന്നില്ല. 100 ദിവസം അല്ലെങ്കിൽ 10 ദിവസം നമുക്ക് മറ്റുള്ളവരെ കാണാതെ നിൽക്കാൻ പറ്റുമോ? ഒരേ ആൾക്കാരെ കാണുന്നു, ഒരേ ആൾക്കാരോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ മിങ്ങളായി പോകും. ഈ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവരൊന്ന് അനുഭവിച്ചാലേ ഓരോന്നും മനസ്സിലാകും. അപ്പൊ കമന്റ് ഇട്ടോളൂ. നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ് ഇടാം, പോസിറ്റീവ് ഇടാം. പക്ഷെ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ വലിയ വൾഗർ ആയിട്ടുള്ള നെഗറ്റീവ് കമന്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക.